അഗസ്ത്യാർകൂടത്തിന് മുകളിലെ ഈ എഴുത്തുകളിൽ ഈ ആരോയ്ക്കപ്പുറം തമിഴ്നാടും ഇപ്പുറം കേരളവുമാണത്രേ. സമയം ഏതാണ്ട് 12:30 ഇനി താഴേക്ക് ഇറങ്ങാനുള്ള സമയമായി. പുറംതിരിഞ്ഞു നിന്ന് കയറും പിടിച്ചുള്ള ഈ ഇറക്കം സത്യത്തിൽ കയറ്റത്തേക്കാൾ ദുഷ്കരമായിരുന്നു. പുറകോട്ട് കാണാൻ കഴിയാതെ ഓരോ കാൽച്ചുവടും പുറകോട്ട് വെക്കുമ്പോൾ ഉള്ളിൽ ഒരു പേടിയൊക്കെ ആർക്കുന്നത്. കാലപ്പുറട് ഒരു കെട്ടുന്ന മറ്റേ കെട്ടിലേക്ക് കൈ നീട്ടിക്കൊണ്ടോ, ആ കെട്ട് പിടിച്ചിട്ട് കയറുമ്പോൾ കാണാതെ പോയ പല കാഴ്ചകളും ഇറങ്ങുമ്പോഴാണ് നമ്മുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുന്നത്. അതേ പാത, അതേ മല, പക്ഷേ മനസ്സിപ്പോൾ കുറച്ച് വ്യത്യസ്തമാണ്. അത്രമേൽ കഷ്ടപ്പെട്ട് അഗസ്ത്യാർകൂടം കയറി ആ കാഴ്ചകളും അനുഭവങ്ങളുമായി തിരിച്ചിറങ്ങുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന ഒരനുഭൂതിയുണ്ട്. സന്തോഷമെന്നോ സംതൃപ്തിയെന്നോ എന്ത് പേരിട്ട് നിർവചിക്കണമെന്നറിയാത്ത ഒരു പ്രത്യേകതരം ഫീലിംഗ്. പുള്ളി കണ്ടില്ലേ? വാ പെട്ടെന്ന് വാ, ഞങ്ങൾ പോട്ടെ. വൈകിട്ട് 4 തിരിച്ച് ക്യാമ്പിലെത്തി അടുത്തുള്ള അരുവിയിൽ കുളിയും കഴിഞ്ഞ് വേഗം ഉറങ്ങാൻ കിടക്കും. 3-ാം ദിവസം രാവിലെ മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. രാത്രിയിൽ കാലുകൾ കോച്ചുന്ന കൊടുത്തണുപ്പും നേരം പുലർന്നപ്പോൾ ചെറിയൊരു മഴയും കാറ്റും. ഈ മഴയും പ്രതികൂല കാലാവസ്ഥയും കാരണം അഗസ്ത്യാർകൂടം അന്നേ ദിവസം കയറാൻ വന്നവർക്ക് കയറാനുള്ള അനുമതി കിട്ടിയില്ല. മഴയോ പ്രതികൂല കാലാവസ്ഥയോ ഒന്നും നോക്കിയിരിക്കാനുള്ള സമയമില്ലായിരുന്നു ഞങ്ങൾക്ക്. മലയുടെ മുകളിൽ കാറ്റും മഴയും സ്വന്തം കഥകളാണ് പറയുന്നത്. ചില നിമിഷങ്ങൾ യാത്രയേക്കാൾ വലുതായി തോന്നും. ഉച്ചയ്ക്ക് 2-ന് മുന്നായി ബോണക്കാടെത്തി തിരുവനന്തപുരത്തേക്കുള്ള KSRTC കയറേണ്ടതിനാൽ കാഴ്ചകൾ കണ്ടു നിന്ന് സമയം പോക്കാൻ ആരും മെനക്കെട്ടില്ല. ഈ മലയിൽ ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങൾ ഒരു ചെറിയ അനുഗ്രഹം പോലെയാണ്. ഒരു നിമിഷം നിർത്തി വീണ്ടും നടക്കാൻ ശക്തി നൽകുന്ന ഇടങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിയോടെ ബോണക്കാടെത്തുമ്പോൾ ശരീരം ക്ഷീണിച്ചിരുന്നെങ്കിലും മനസ്സ് ശാന്തമായിരുന്നു. ഈ യാത്ര ഇവിടെ അവസാനിക്കും, പക്ഷേ മുന്നിൽ ഇനി പല യാത്രകളും കാത്തിരിക്കും. ബൈ ഫ്രം മജ്നു.